അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDF MLA-മാർക്ക് ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ സർവേ ഫലം. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പല്ലെന്നും പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പാണെന്നുമാണ് സർവേ പറയുന്നത്. 2 ഏജൻസികൾ നടത്തിയ സർവേകളിലാണ് കണ്ടെത്തൽ. ഇതോടെ സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ നേതാക്കൾ സജീവമായി ഇടപെടണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമെന്ന് കനകോലു സംഘവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഷിപാൽ, ചെറിയൊരു ടെൻഷൻ ഉണ്ടോ UDF ക്യാമ്പിൽ? വലിയ ആത്മവിശ്വാസത്തോടുകൂടി വയനാട് നിറങ്ങിയതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക്. പക്ഷേ ഇപ്പോൾ വന്ന 2 സർവേകളും സർക്കാരിനെതിരെ അങ്ങനെ ഒരു ജനവികാരമില്ലെന്നും പിണറായി വിജയനെതിരെയുള്ള ജനവികാരം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആൻറ്റി ഇൻകുംബൻസി മറ്റ് MLA-മാർക്കില്ല എന്നുമാണ് ഇപ്പോൾ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് UDF നേതാക്കളെ ചെറുതല്ലാത്ത ഒരു കുഴപ്പത്തിലാക്കും. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനൊക്കെ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണോ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് MLA-മാർക്കെതിരെ ആൻറ്റി ഇൻകുംബൻസി ഇല്ല എന്നതാണോ സർവേയിലെ കണ്ടെത്തൽ, റോഷി? അരുൺകുമാർ, കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ചും ഒന്നിൽ കൂടുതൽ സർവേകൾ നടത്തിയിരുന്നു. അങ്ങനെ ഗുജറാത്ത് ആസ്ഥാനമായ സംഘം നടത്തിയ സർവേ, അതേപോലെ തന്നെ കനകോലുവിന്റെ സംഘം നടത്തിയ സർവേ, അങ്ങനെ നടത്തിയ സർവേകളിലൊക്കെ നിലവിൽ സംസ്ഥാനത്ത് LDF-ന്റെ MLA-മാർക്ക് ജനപ്രീതി കുറഞ്ഞിട്ടില്ലെന്നാണ് ഫലം. അതാണ് ആശങ്കപ്പെടുത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നാകെ ആശങ്കയാണ്. കാരണം സർക്കാരിനെതിരെ ഒരു ജനവികാരമില്ല, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനവികാരമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമുള്ള ജനവികാരമാണ്. ഓരോ മണ്ഡലങ്ങളിലും MLA-മാർക്ക് ജനപിന്തുണ വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക തലങ്ങളിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സജീവമായി പ്രവർത്തിക്കണം, പ്രാദേശികമായി പ്രത്യേകിച്ച് ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ച് അവിടെ സർക്കാരിനെതിരെയുള്ള വികാരം അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന നിർദ്ദേശം കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കർശനമായി തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ഇനി പ്രാദേശിക തലങ്ങളിലുള്ള പ്രവർത്തനം അത് സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നേരത്തെ കനകോലുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു ജാഥ, അത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തണം, അത് മാത്രമല്ല മേഖലാ തലങ്ങളിൽ പോലും ജാഥ നടത്തണമെന്ന നിർദ്ദേശം കനകോലു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കും. സമയപരിമിതി ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പോലും സർക്കാരിനെതിരെ ഒരു ജനവികാരം ആളിക്കത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസിന്റെ സർവേകൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാന ഘട്ടത്തിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നു. ഈ തവണ അതുപോലെ ഒരു ജനവികാരം ആളിക്കത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ, അത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് സർവേ ഫലം. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഓരോ വീഴ്ചകൾ അത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രം ഉയർത്തിയെന്നല്ല, മറ്റു പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ കൂടി അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം കൂടി കനകോലു മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഏതായാലും കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങൾ മറ്റ് സർവേ സംഘങ്ങൾ കൂടി അവർ നൽകിയ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രചാരണത്തിന്റെ ഏതാണ്ട് ഒരു അജണ്ട കോൺഗ്രസ് നേതൃത്വം ഫിക്സ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ KPCC-യുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അന്തിമമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിക്കുന്നതും. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് റോഷിപാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ചർച്ചയാവുന്ന വിഷയം തന്നെയാണ്. MLA-മാർക്കെതിരെ ആന്റി ഇൻകുംബൻസി ഇല്ല, ശക്തമായിട്ട് സർക്കാരിനെതിരെ ആ രീതിയിലൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന മട്ടിലുള്ള സർവേകൾ വന്നുവെന്നും ആ സർവേകളുടെ അടിസ്ഥാനത്തിൽ നേതാക്കൾ തന്നെ അല്പം ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിവിധി കണ്ടെത്തണം, ശക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ പ്രചരിപ്പിക്കുക, കൂടുതൽ റാലികൾ വേണ്ടിവരും എന്നുള്ളതാണ്. മറുഭാഗത്ത് CPM-ന്റെയും കണ്ടെത്തലുകളുണ്ട്. ഗൃഹസന്ദർശനം നടത്തിയ സമയത്ത് കീഴ്ഘടകങ്ങൾ ജനസമ്പർക്കം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് CPM-ഉം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്ക പരിപാടി കൂടുതൽ ശക്തി ഉള്ളതാക്കി മാറ്റുക, കുപ്രചരണങ്ങളിൽ വിശ്വസിച്ചു പോകുന്ന വോട്ടർമാരെ തിരികെ എത്തിക്കുക, അതിനു വേണ്ടുന്ന സംവിധാനമായിട്ട് മാറുക. വികസന മുന്നേറ്റ ജാഥയിലൊക്കെ ഇപ്പോൾ നടക്കുന്നതും ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതും, ഗൃഹസന്ദർശനം വലിയ വിജയകരമായി തുടരുന്നു എന്നുള്ളതാണ് CPM നേതാക്കൾ പറയുന്നത്. പക്ഷെ അവർ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രാഞ്ച് തലത്തിലൊക്കെ ഈ അതാത് പ്രദേശങ്ങളിലെ മനുഷ്യരുമായിട്ടുള്ള ഒരു ജൈവികമായ ബന്ധം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം പാർട്ടി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്ന വർത്തമാനങ്ങൾ. ചില MLA-മാർക്കെതിരെ പ്രാദേശികമായിട്ടുള്ള വിരുദ്ധ വികാരമില്ല.
അത് യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. കാരണം സിറ്റിംഗ് MLA-മാർ കൂടുതലുള്ളത് CPM-ലാണല്ലോ. അപ്പോൾ അത് ആ അർത്ഥത്തിൽ പോയാൽ കുഴപ്പമാവും എന്നുള്ളതാണ് UDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ശക്തമായ പ്രചരണം ആഞ്ഞടിക്കാതെ നിവൃത്തിയില്ല എന്നതാണ്. അത് എന്തായാലും ഒരു പ്രിക്കോഷണറി വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ അമിതമായ ആത്മവിശ്വാസത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ് UDF അണികളോട് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ UDF നേതാക്കളോട് കൊടുത്തിരിക്കുന്ന ഉപദേശം.